ഒരുപാട് കുട്ടികളുടെ ട്രോമയാണ് ഈ പറഞ്ഞ വ്യക്തി. ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ഞാനത് ട്രൈ ചെയ്തു. വേറൊരാൾ അറിഞ്ഞ് അവരുടെ മുമ്പിൽ എൻ്റെ പാരൻസ് നാണം കെടുക. ഞാൻ ഇങ്ങനെ വണ്ടി ഇറന്നു പോയി ചത്തൂടെ എനിക്ക് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ കുഴപ്പമല്ല, അവൾ കൂടെ കൂട്ടുകാരുടെ കുഴപ്പമാണ്. ആ ഗ്രൂപ്പ് ഇപ്പം എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് പറയാൻ വേണ്ടിയിട്ടാണ്. സോ വെൽക്കം ടു മൈ സെക്കൻഡ് വീഡിയോ. ഓക്കെ, ഇതിനും ഞാൻ എന്നെ തന്നെ നോക്കണം. എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റുള്ള. ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്നു. പിന്നെ ഇത്തിരി ഇമോഷണൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റും കൂടെ ഞാൻ സംസാരിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഓർമ്മകളിലോട്ട് പോകും അങ്ങോട്ടേക്ക്. അപ്പം അങ്ങനെ പോകാണ്ടിരിക്കാൻ ഞാൻ എന്നെ തന്നെ നോക്കി സംസാരിക്കുക. അതാകുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം കണ്ട് ഇരുന്നോളും. ഓക്കെ, ഇതിപ്പോൾ എത്രാമത്തെ തവണ റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഞാൻ കാട് കയറി പോകുന്നു. കാട് കയറി ഒരു സിനിമയ്ക്കുള്ള ഒരു ടൈമിങ് ഞാൻ ആക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഫുൾ ഡിലീറ്റ് ചെയ്യും, ഞാൻ വീണ്ടും ചെയ്യും. ഇതാണ് എൻ്റെ പരിപാടി. ഓക്കെ, സോറി ഗൈസ്. അപ്പം ഞാൻ തുടങ്ങുവാണ്. എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് അതിനൊരു കഴിവില്ല. കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ ലൈഫിലൊരു പാസഞ്ചർ റോൾ മാത്രമുള്ള കുറച്ച് ഫ്രണ്ട്സ് വന്നുപോയി. ലൈഫിൽ എല്ലാം ആയിരുന്നിട്ട് ഇപ്പം ആരും അല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. ആ ഫ്രണ്ട്സ് എൻ്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ +2, ഹയർ സ്റ്റഡീസ്, UK, ഇങ്ങനെ നിവർന്ന് കിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകൾ പറയുമ്പോൾ ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അതൊന്ന് പറയണം. കാരണം ഇത് എൻ്റെ കുഴപ്പമാണോ അതോ അവരുടെ കുഴപ്പമാണോ? ആരുടെ കുഴപ്പമാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുഴപ്പം ഒന്നാമതും ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് കാറ്റഗറി ഫ്രണ്ട്സിലോട്ട് കിടക്കുവാണ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഫ്രം മൈ നാട്. അവിടെ ചൈൽഡ്ഹുഡ് മുതൽ നമുക്ക് ഈസിലി ആക്സസിബിൾ ആവുന്നത് പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വീടിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് അടിപൊളി ഫ്രണ്ട്സ് ആയിരുന്നു. അടിപൊളി ഒരു ഗ്രൂപ്പായിരുന്നു. അതിനകത്ത് നമ്മളുടെ ആ ഗ്രൂപ്പും പിന്നെ ഇടയ്ക്ക് നമ്മുടെ പാരൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഒരുമിച്ച് ഉണ്ടാവുക. പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രേതകഥയൊക്കെ പറയും. ഞങ്ങൾക്ക് കസിൻസും അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ വലിയ എൻ്റർടൈൻമെൻറ്റ് ഇല്ലാത്ത ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ഹ്യൂമർ സെൻസ് ഇല്ല. ഞാനൊരു ബോറിങ് ക്യാരക്ടറാണ്. കാരണം ഞാൻ അങ്ങനെ വളർന്നു തന്നെ. അപ്പോൾ അവരുടെ ഫാമിലിയും അല്ലെങ്കിൽ അവരുടെ കസിൻസും അല്ലെങ്കിൽ അവരുടെ ചേട്ടന്മാരും അങ്ങനെയൊക്കെ അവരുടെയൊക്കെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ മാക്സിമം ആ ഒരു ടൈമൊക്കെ വരാൻ നമ്മൾ നോക്കിയിരിക്കും. എനിക്ക് വലിയ ഭക്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇവരുടെ കൂടെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ വർത്തമാനം പറയാൻ വേണ്ടി, വിഷമങ്ങൾ പറയാൻ വേണ്ടി അതിനൊക്കെ മാത്രമായിട്ട് പള്ളി പോയ ആളാണ് ഞാൻ. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് ഇപ്പോൾ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഇൻസെക്യൂരിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് നമ്മളോട് ഷെയർ ചെയ്യും. ആ ഒരു പ്രായത്തിൽ എന്ന് പറയുമ്പോൾ ഒരു രീതിയിലുള്ള ടോക്സിസിറ്റികളും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി എന്താ പറയുക മോശമായിട്ട് ചിന്തിക്കുക, ഒത്തിരി അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു കംഫർട്ട് സോൺ എന്ന് പറയാം, അങ്ങനെയായിരുന്നു. പിന്നെ വലുതായി വന്നപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള ടോക്സിസിറ്റികളും പ്രായത്തിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളും കയറി വന്നപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങി. ആ ഒരു ഫ്രണ്ട്ഷിപ്സ്, ആ ഒരു ഗ്രൂപ്പിൽ ഫസ്റ്റ് കണ്ണി അകലാൻ ഏറ്റവും മെയിനായിട്ടുള്ള കാരണം ഇമ്മച്യൂരിറ്റി തന്നെയായിരിക്കും. പാരൻസിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. ഇത് പാരൻസിന് മൊത്തത്തിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ, അതായത് നമ്മുടെ മക്കളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ കുഴപ്പമല്ല, അവൾ കൂടെ കൂട്ടുകാരുടെ കുഴപ്പമാണ് എന്നൊരു ചിന്താഗതി ഉണ്ട് ഇല്ലേ. താങ്ക്ഫുള്ളി എൻ്റെ പാരൻസിന് ആ ഒരു സംഭവം ഇല്ല കേട്ടോ. എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും അപ്പം ഞങ്ങൾക്ക് കിട്ടും. നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാണ്ടെന്ന് വേറെ വല്ലവരും എന്തെങ്കിലും ചെയ്താലും ഞങ്ങൾ തന്നെ പറയും വേണമെങ്കിൽ. പാരൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ എന്താണ് റിയലി സംഭവിച്ചത് എന്ന് അകന്നു പോയ കണ്ണിക്ക് അറിയാമെങ്കിലും ഷി ഡിഡ്ന്റ് ട്രൈ ടു കണക്ട് അഗെയിൻ. ഇത്രയും പ്രായമായിട്ടും ഇത്രയും മെച്യൂരിറ്റി വന്നിട്ടും എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് അവർക്കൊക്കെ ചിലപ്പോൾ റിവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു നമ്മുടെ വിഷമം കേൾക്കാനുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ഹാപ്പി ആക്കാനുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ ഒരു സർക്കിളിനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ലൈക്ക് ഗൈസ്, നമ്മളുടെ വലിയ മെച്യൂരിറ്റി ഒക്കെ വന്നതിന് ശേഷം ഈ പുറകിൽ നിന്ന് കുത്താനൊക്കെ പഠിച്ച് പുറകിൽ നിന്ന് കുത്തി അടി ഉണ്ടാക്കി 2 സൈഡിലേക്ക് പോയി പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഫേർട്ട് ഇട്ട് വരണം, അങ്ങനെയല്ലല്ലോ. ഈ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ്, നോ ടോക്സിസിറ്റി, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പാരൻസിൻ്റെ ആ ഒരു ചിന്താഗതിയും ഇൻഫ്ലുവൻസും കൊണ്ട് അകന്നു പോയ ഒരു കണ്ണിയാണത്. സോ ഷീ ക്യാൻ ട്രൈ ടു കണക്ട് അസ്. ദ തിങ് ഈസ് ദാറ്റ് ഞാൻ ട്രൈ ചെയ്തു. ഞാൻ എൻ്റെ ഈ ഒരു നല്ല ഓർമ്മകളൊക്കെ വന്നപ്പോൾ ഞാൻ ആ ഒരു കണ്ണീനെ കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. ബട്ട് ഷീ സ്റ്റിൽ ദർ. പുള്ളിക്കാരത്തി അവിടെ തന്നെയാണ്. പുള്ളിക്കാരത്തിക്ക് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ഞാനത് ട്രൈ ചെയ്തു.
ബട്ട് റിസൾട്ട് വാസ് ഭയങ്കര മോശമായിരുന്നു. ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞു എന്നെനിക്ക് വളരെ വിസിബിളി മനസ്സിലായി. ബട്ട് ദാറ്റ്സ് ഓൾ റൈറ്റ്, ഞാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തല്ലോ. പിന്നെ ബാക്കിത്തെ കണ്ണികൾ വളരെ സിമ്പിളി പോയി. ഞാൻ എൻ്റെ ലൈഫിൽ ഞാനൊരു തീരുമാനം, പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കത് ഓക്കെ ആയില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവരവരുടെ വഴിക്ക് പോയി, ഒന്നിച്ചു പോയി. ഭയങ്കര ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ എന്നോട് ഹാപ്പി ആയിട്ട് വന്നിട്ട് സംസാരിക്കും. പക്ഷേ ഇവരെന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര പോക്കായിരുന്നു. ലൈക്ക് ചില ഇൻസിഡൻസ് എൻ്റെ ലൈഫിലുണ്ടായി, അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പോയതാന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ നിന്ന് ലീവിന് നാട്ടിൽ ചെന്നപ്പോൾ ഈ പറഞ്ഞ ആളുകളിൽ ഒരാളെ കണ്ടപ്പോൾ ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോൾ അയാൾ തിരിഞ്ഞ് നടന്നുപോയി. അതൊന്ന്. സെക്കൻഡ് വൺ ഈസ് ഇവരുടെ ഒരു പാരൻസ്. ഞങ്ങളുടെ ആ ഒരു സർക്കിളിൽ ഉണ്ടായിരുന്ന ഈ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ്, അവരുടെ പാരൻസും എല്ലാവരും ഞങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, അടിപൊളി കൂട്ടായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ പാരൻറ്റ് ഒരു കാര്യത്തിന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂടെയുള്ള ആളുകളോട് പുള്ളിക്കാരത്തി എന്നെ ഹെൽപ്പ് ചോദിച്ച സമയത്ത് ഇത് കൂടെയുള്ളവർ പറഞ്ഞു ഈ കൊച്ചു ചെയ്തു തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാൻ പോയപ്പോൾ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞങ്ങ് പോയി. ഇതൊക്കെ എന്തിനാ ഞാൻ എൻ്റെ ജീവിതം തിരഞ്ഞെടുത്തതിന്? അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ മനുഷ്യന്മാരുടെ മനസ്സൊക്കെ എന്ത് ചെറുതാണല്ലേ ഇതിന്. പക്ഷേ ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്. അത് ഫ്രണ്ട്ഷിപ്പ് പോയതിനല്ല, ഞാൻ ചൂസ് ചെയ്ത എൻ്റെ ജീവിതത്തിന്. അതിന് കുറേ ആളുകളുടെ ജീവൻ്റെ വിലയുണ്ട് ഇപ്പോൾ. സോ ഐ എം ഹാപ്പി. പക്ഷെ ഇപ്പോഴും റിഗ്രറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തിനെത്ര ഇൻവെസ്റ്റ് ചെയ്തു. ഞാനും എൻ്റെ നീതിയാണെങ്കിലും അതെ, പക്ഷെ അവൾക്ക് കുറച്ചുകൂടെ മനസ്സിന് കട്ടിയുണ്ട്. പോയി പണിയൊക്കെ പറയും. പക്ഷെ എന്നെ അതിശയിപ്പിച്ച കാര്യം വേറൊന്നുമല്ല, ആ സമയത്ത് നമ്മളൊന്നും മിണ്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ഹാപ്പി ആയിട്ട് നടന്ന സമയത്ത് നമ്മളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ പോയി മിണ്ടാത്ത, നമ്മൾ എഫേർട്ട് ഇടാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇപ്പം നമ്മളോട് നന്നായിട്ട് സംസാരിച്ച് നല്ലൊരു ബോണ്ടിലാണ് പോകുന്നത്. അതായത് നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും അവർ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വരുന്നു. അവർ ഏറ്റവും നല്ല വെൽ വിഷേഴ്സ് അവരാണ്. അവരിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയും. എടി നീയൊന്നും ഞങ്ങളോട് സംസാരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചേ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു, ഇതായിരുന്നു നിൻ്റെ സിറ്റുവേഷൻ, അയ്യോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഒരുമിച്ച് ഒത്തിരി അടിച്ച് പൊളിക്കായിരുന്നല്ലോ, ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണാത്ത എൻ്റെ ഒരു നാട് ഇപ്പം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലത്തെ മനുഷ്യർ മാത്രമല്ല ഉള്ളത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെയും കൂടെ തെറ്റാ, നമുക്കറിയണം. നമുക്ക് പിന്നെ ആ ഒരു പ്രായത്തിൽ എന്തറിയാനല്ലേ. സോ ഐ ആം നോട്ട് ബ്ലെയിമിങ് എനി വൺ. എന്നെയും മറ്റുള്ളവരെയും ആരെയും എല്ലാവരുടെയും സിറ്റുവേഷൻ അതായിരിക്കാം. ബട്ട് നമ്മുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ മാറി ചിന്തിക്കാനുള്ളൊരു സംഭവമാണ്. ആളുകൾ മാറുമെന്ന് വിചാരിക്കാം, മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ ശരികളിൽ ജീവിക്കട്ടെ. ഞാൻ വൺസ് ഒരാളെ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്കിട്ട് പണി കിട്ടിയ കാരണം കൊണ്ട് ഐ ജസ്റ്റ് ഡ്രോപ്പ് ദാറ്റ് പ്ലാൻ. എൻ്റെ ലൈഫ് ഇപ്പോൾ ഹാപ്പിയാണ്, അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അതാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിൻ്റെ എൻഡ്. ഇനി എൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയാനില്ല, കാരണം ഞങ്ങൾ അങ്ങനെ വലിയ കമ്പനിയൊന്നും ഉണ്ടായിരുന്നില്ല. +2 പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാനങ്ങനെ എൻ്റെ ക്ലാസ്സിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കും. അപ്പോൾ എൻ്റെ ബെഞ്ചിൽ എൻ്റെ കൂടെ അപ്പുറത്തിരിക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ്. അങ്ങനെയായിരുന്നു. വാഷ്റൂമിൽ പോകാൻ പോലും ഞാൻ പുറത്തോട്ട് പോകാറില്ല. മടിച്ചായിരുന്നു. ഓക്കെ, പഠിക്കാനും പഠിച്ചായിരുന്നു. പക്ഷെ ഡാൻസ് കളിക്കാനും പടം വരയ്ക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റ്, എൻ്റെ ഒരു മേഖല അതാണ്. എനിക്ക് ഭയങ്കര വർക്ക് എക്സ്പീരിയൻസും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ ആയിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ടീച്ചർമാരുടെ നിന്ന് എൻ്റെ അമ്മ അവിടെ ചെന്നാൽ ചീത്തയൊക്കെ കേൾക്കുക. പക്ഷെ നല്ല കുട്ടിയായിരുന്നു, മടി കാരണം എങ്ങും പോകില്ല, എല്ലാം കുളിക്കാൻ കുത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോറിങ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അടുത്ത ബെഞ്ചിലിരിക്കുന്ന ഫ്രണ്ട്സായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അവർ എപ്പോഴും കോൺടാക്ട് ചെയ്തില്ലെങ്കിലും നല്ല ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും കൂടെയുണ്ട്. ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. വേറൊരു കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പോ നമ്മൾ ഫ്രണ്ട്സായിട്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവർക്കൊരു ഗ്രൂപ്പ്, അവർക്ക് അടിപൊളിയൊരു ഗ്യാങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളങ്ങനെ വലിയ കമ്പനിയൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ ടൈം ആയി കഴിഞ്ഞപ്പോൾ ഇവരിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് ആ സമയമായപ്പോൾ എനിക്കൊരു ഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പോവാം. കാരണം അതെൻ്റെ ഗതികേടായിരുന്നു. എൻ്റെ പപ്പ പുറത്തായിരുന്നു, ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ തന്നെ പോകണം. അപ്പോൾ ഞാൻ അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയായിരുന്നു. ഞാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സോ എല്ലാ ഗേൾസിനും ആ ഒരു ഇൻഡിപെൻഡൻസ് വീട്ടിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ചേട്ടനും അപ്പയും എല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടി അവരെല്ലാവരും ഉള്ളപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം വീട്ടിൽ എന്തിനു പോയാലും അങ്ങനെ പറയേണ്ടവരും അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാനത് മിസ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പറയാതെ ഒരു സ്ഥലത്ത് പോലും പോയിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് പോലും എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യമില്ല പറഞ്ഞു കൊടുത്തിട്ട്, കാരണം ഞാൻ അവിടെ പറഞ്ഞിട്ടായിരിക്കും പോവുക. എവിടെ പോയാലും ഞാനത് മിസ്യൂസ് ചെയ്യില്ല എന്നൊരു വിശ്വാസം എൻ്റെ പാരൻസിനുണ്ടായിരുന്നു. ഞാൻ ആ വിശ്വാസത്തിന് തകർത്തിട്ടുമില്ല. എൻ്റെ ചിന്താഗതി അനുസരിച്ച് ഞാനൊരു സ്ഥലത്ത് പോയിട്ട് മറ്റുള്ളവർ പറഞ്ഞ എൻ്റെ പാരൻസ് അറിയുമ്പോൾ
എനിക്ക് നുണ പറയേണ്ടി വരും. എനിക്ക് നുണ പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ പറയും. അപ്പം എനിക്ക് 4 തെറി കേട്ടാലും കുഴപ്പമില്ല, ഡയറക്റ്റ്. വേറൊരാൾ അറിഞ്ഞ് അവരുടെ മുമ്പിൽ എൻ്റെ പാരൻസ് നാണം കെടുക, ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സോ ആ ഒരു വിശ്വാസം എന്നോട് എൻ്റെ പാരൻസിനും ഉണ്ടായിരുന്നു. ആ വിശ്വാസം ഞാൻ മിസ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ആ ഒരു ഫ്രീഡം മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടി ഉള്ളതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് ഇന്നയാളുടെ സിസ്റ്ററിൻ്റെ ഒരു പരിപാടിക്ക് പോകണം, ഞാൻ നിൻ്റെ കൂടെ വരാണെന്ന് എൻ്റെ വീട്ടിൽ പറയാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ, അങ്ങനെ ചെയ്യരുത്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരാ, ഈ ഒരു കാര്യത്തിനാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു നോ, ഡോണ്ട് ഡു ദാറ്റ്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താലും എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറയേണ്ട കൂടെ ഇല്ലയെന്ന് എന്ന് പറഞ്ഞു. കാരണം എനിക്ക് വയ്യ അയക്കാൻ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോയവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, അറിഞ്ഞിട്ട് എതിർത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളായിരിക്കും ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഓക്കെ, സോ ഞാൻ ഡയറക്റ്റ്ലി നോ പറഞ്ഞു. ആ നോ പറഞ്ഞതിൻ്റെ പേരിൽ പോയ ഒരു കാറ്റഗറി ഓഫ് ഫ്രണ്ട്സ്, എൻ്റെ ആ ഒരു സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഓൾമോസ്റ്റ് ആൾക്കാർ എന്നോട് മിണ്ടൂല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആ ഒരു നോ പറഞ്ഞത് മാത്രമല്ല, എന്നിട്ടും ആ ആൾ എൻ്റെ പേര് പറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ പാരൻസ് എന്നെ വിളിച്ച് ചോദിച്ചു, നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു നോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. സോ അതൊരു പ്രോബ്ലമായി. ഇതൊക്കെ ഞാനിങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ എനിക്കൊരു ട്രോമയായി, എനിക്ക് നല്ല രീതിയിൽ ട്രോമയായി. അതൊരു കാറ്റഗറി. വേറെയുണ്ട്. അടുത്ത കാറ്റഗറിയാണ് പാമ്പ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ട്രോമ ഉണ്ടാക്കിയ ഒരു ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ടാണ്. എൻ്റെ മാത്രമല്ല, ഒരുപാട് കുട്ടികളുടെ ട്രോമയാണ് ഈ പറഞ്ഞ വ്യക്തി. ചില സമയത്ത് വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ വണ്ടി ഇറന്നു പോയി ചത്തൂടെ എനിക്ക് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ടോക്സിക് ഒരാൾ. ഇപ്പോഴും എനിക്ക് കിട്ടിയ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡേഞ്ചറസ് സൈഡ് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഒരു കാറ്റഗറിയിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. അതിനകത്തോട്ട് ഞാൻ വരാൻ പോവാം. ഈ വീഡിയോ ബോറിംഗ് ആണോ അല്ലോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അടുത്ത ആ ഒരു കാറ്റഗറിനെ കുറിച്ച് പറയാൻ ക്യാൻ യു പ്ലീസ് കമൻറ്റ് ബിലോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. അപ്പം എനിക്കറിയാം ഇപ്പം തന്നെ ഒത്തിരി കമൻറ്റും കാര്യങ്ങളൊന്നും വരില്ല എന്നൊക്കെ, കാരണം ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. സോ ഒരു കമൻറ്റെങ്കിലും വന്നാൽ ഞാൻ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, താങ്ക് യു.